എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണത്തിന് ഇനി 2 നാൾ കൂടി മാത്രമാണ് ബാക്കി. രാഹുലും സ്വർണ്ണപ്പാളിയും PM ശ്രീയും ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ ചർച്ചയാക്കി ജനവിധി തേടുകയാണ് മുന്നണികൾ. മുഖ്യമന്ത്രി ഇന്ന് കൊച്ചിയിൽ മാധ്യമങ്ങളുമായി സംവദിക്കും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പത്തനംതിട്ടയിലെ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. PD സതീശൻ തിരുവനന്തപുരം നെടുമങ്ങാടും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. MK ഷുക്കൂർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ഷുക്കൂർ, സ്വാഭാവികമായിട്ടും പ്രചാരണം ഇനി 2 നാൾ കൂടിയാണ് ആദ്യഘട്ടം നടക്കാനിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ജനങ്ങളോട് സംവദിക്കുന്നുണ്ട്. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒക്കെ വളരെ സജീവമായി തന്നെ പ്രചാരണങ്ങളിലേക്ക് കൂടി എത്തുകയാണ്. അപ്പോൾ അവസാന വട്ട കാഴ്ചകൾ എന്തൊക്കെ? ജിൽസി, അവസാനവട്ട പ്രചരണം നടക്കുന്ന ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളിലേക്ക് കൂടുതൽ സമ്പർക്ക പരിപാടികളുമായി ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നിപ്പോൾ എറണാകുളം പ്രസ് ക്ലബിന്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യും. ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകും. അത് കഴിഞ്ഞ് പ്രസ് ക്ലബിന്റെ മറ്റൊരു പരിപാടിയുണ്ട്. അതിനുശേഷം വൈകുന്നേരം LDFന്റെ ഒരു റാലി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലുണ്ട്. അതിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ തൃശ്ശൂരാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖ പരിപാടി. അതിനുശേഷം അവിടെയും സമാനമായ രീതിയിലുള്ള റാലികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് പറയുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ മീറ്റ് ദ പ്രസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും അതായിരിക്കും. ഈ മുകേഷ് അടക്കമുള്ള ഇടതുപക്ഷത്തുള്ള നേതാക്കൾക്കെതിരെ എന്തുകൊണ്ട് ഇത്തരം ഒരു ശക്തമായ നിലപാട് CPM-ഉം സർക്കാരും സ്വീകരിക്കുന്നില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയർന്നേക്കാം. അതിനുള്ള മറുപടിയായിരിക്കും ഒരുപക്ഷെ ഏവരും ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വോട്ടിങ്ങിനെ കാര്യമായി സ്വാധീനിക്കുന്ന കാര്യം പ്രാദേശിക വികസന പ്രശ്നങ്ങളും ഒപ്പം തന്നെ ആ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ മികവും ഒക്കെ ആയിരിക്കും. എങ്കിൽ പോലും ഒരു പ്രചരണം എന്ന രീതിയിൽ സംസ്ഥാനത്തെ പൊതുവായ രാഷ്ട്രീയ വിഷയങ്ങൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. കഴിഞ്ഞ 4-5 ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. എന്നാൽ സ്വർണ്ണപ്പാൾ വിവാദം അടക്കമുള്ള വിഷയങ്ങൾ വളരെ സജീവമായി തന്നെ ഉണ്ട്. അത് ഹൈക്കോടതിയിലും മറ്റും വരുന്നു. പത്മകുമാർ അടക്കമുള്ള ആളുകൾ ജയിലിൽ കഴിയുന്നു. കൂടുതൽ പ്രതികളുണ്ടാകുമോ, കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം നീളുമോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ചോദ്യങ്ങൾ കൂടി ഇടത് നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിൽ മാധ്യമങ്ങളിൽ നിന്ന് നേരിടുന്നു, ജനങ്ങളിൽ നിന്ന് നേരിടുന്നു എന്നുള്ളത് കൂടി ഒരു പ്രത്യേകതയാണ്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലാണ്. ആ അർത്ഥത്തിൽ വലിയ മുന്നൊരുക്കത്തോടു കൂടിയാണ് LDF-ഉം UDF-ഉം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. സംസ്ഥാനത്ത് BJP-യും വളരെ ശക്തമായി തന്നെ കളത്തിലുണ്ട്. ഒപ്പം തന്നെ ചെറിയ പാർട്ടികളായ SDPയും വെൽഫെയർ പാർട്ടിയും അടക്കമുള്ളവർ ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടകളെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടികളും അതുപോലെ തന്നെ സംവിധാനങ്ങളുമാണ്.